ഹലോ, അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക്. ഞങ്ങൾ ഫസ്റ്റ് വ്ളോഗാണ് കേട്ടോ ഇത്. ഞങ്ങൾ കൊടൈക്കനാലിലേക്ക് യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഷെൻസും ഈസും ഭയങ്കരമായിട്ട് സ്നേഹപ്രകടനത്തിലാണ് കേട്ടോ. അങ്ങനെ ഞങ്ങൾ ഇവിടുന്നൊരു രാവിലെ ഒരു 10 മണിയൊക്കെ ആകുമ്പോഴാണ് യാത്ര തുടങ്ങിയത്. ഞാനും നമ്മളെ ഫാമിലിയും ഇക്കാൻ്റെ കസിൻ ബ്രദറും ഉണ്ടായിരുന്നു കേട്ടോ. നമ്മളെല്ലാവരും കൂടി പോയിക്കൊണ്ടിരിക്കുകയാണ് കാറിൽ. ഷെൻസയുടെ ഫോട്ടോ എടുക്കാമെന്ന് പറഞ്ഞപ്പോൾ ഷെൻസ ഭയങ്കര പോസിങ്ങിലാണ് കോഡേഴ്സും. പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് എത്തി. അന്ന് അവിടെ സ്റ്റേ ആയിരുന്നു കേട്ടോ. അന്ന് ഇവിടെ ഒന്നും കാണാൻ പറ്റിയിട്ടില്ല. അന്ന് ഞങ്ങൾ ഇറങ്ങാൻ നേരെ വൈകിയതുകൊണ്ട് അവിടെ എത്താനും തന്നെ നേരെ വൈകി. അതുകൊണ്ട് തന്നെ സ്റ്റേ ആയിരുന്നു. അപ്പോൾ നമ്മളടുത്ത ഹോട്ടൽ റൂമിൻ്റെ തൊട്ട് താഴത്ത് തന്നെ ആയിട്ട് ഒരു നല്ല തട്ടുകട ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മളവിടെ നിന്ന് ജസ്റ്റ് ചായ കുടിക്കാമെന്ന് വിചാരിച്ച് പോയി. അപ്പോൾ അവിടുത്തെ ചേച്ചി അടിപൊളി ദോശ കേട്ടോ, ഒരു രക്ഷയില്ല. ആ ടേസ്റ്റ് ഇന്നും വായിന്ന് പോയിട്ടില്ല കേട്ടോ. അടിപൊളി ദോശ, സാമ്പാറും ചട്ടിനിയും കൂട്ടിയിട്ട് അവർ തരുന്ന അടിപൊളി കേട്ടോ. ഞങ്ങൾ കൂടെ വീണ്ടും വീണ്ടും ഇങ്ങനെ വാങ്ങി കഴിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഇത് കരയ്ക്ക് ആംപ്ലേറ്റ് ആണ്. അതൊക്കെ മാത്രമല്ല കൂടിയില്ല. വേണോ നമുക്ക് വേണോ മടുത്തു മൊബൈലോടെ വെക്കേണ്ടി വരും. മൊബൈലോടെ വെക്കേണ്ടി വരും. അത്രക്കും തിന്നല് ഓരോ എടുക്ക ചായക്കോ ഇത് രണ്ടാൾക്കാരെ പറഞ്ഞ ഇങ്ങോട്ട് നോക്ക് മക്കളെ. ചൂടൊന്നും ഉണ്ടാവില്ല ഇത്. ഇതാരാ ഇങ്ങനെ പകടെ നമ്മളവിടുന്ന് റൂം വെക്കറ്റ് ചെയ്ത് രാവിലെ തന്നെ വെക്കറ്റ് ചെയ്ത് അവിടുന്ന് നമ്മൾ ചായയൊക്കെ കുടിച്ചപ്പോൾ ഷെൻസ് പറഞ്ഞു എനിക്ക് ലേസ് മതിയെന്ന്. എന്നിട്ട് ഇക്കതാ യസൂനൊക്കെ പുറത്തൊക്കെ വെച്ചിരിക്കും കേട്ടോ. നമ്മൾ നല്ലൊരു വ്യൂ പോയിൻ്റ് കാണാൻ വന്ന്. അവിടെ നല്ല സ്ഥലം കേട്ടോ, അടിപൊളിയാണ്. ഇവിടുന്ന് കുറേ ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്ത് ഷെൻസ് നല്ല ഫോട്ടോയ്ക്ക് പോസ് ചെയ്യണം കേട്ടോ. നല്ല അടിപൊളി സ്ഥലമാണ്. നല്ല കോടൊക്കെ ഇറങ്ങി വരുന്ന സ്ഥലം കേട്ടോ. അത് കഴിഞ്ഞ് വന്നപ്പോൾ നല്ല അടിപൊളി സാധനം. നേരെ പിടിച്ചെടുക്കും, രണ്ട് കൈ കൊണ്ട് പിടിച്ചെടുക്കും. ഇവിടെ പിടിച്ചെടുക്കും, ഇങ്ങനെ പിടിച്ചു കാര്യം. ஊரு போயிருக்காருண்ணா. அன்னைக்கு அப்பாவுக்கு உடம்பு சரியில்லை, ஊருக்கு போயிருக்காரு. ഈ സാധനമൊക്കെ വാങ്ങിച്ച് കഴിക്കുമ്പോൾ ആദ്യം തന്നെ വില ചോദിച്ചോണ്ടിട്ടോ. ആരെങ്കിലും അവിടെ പോകുന്നുണ്ടെങ്കിൽ, കാരണം വെച്ചാൽ ഒരുപാട് കഴിച്ച് ഞങ്ങൾ. പക്ഷേ ലാസ്റ്റ് മൊത്തത്തിൽ റേറ്റ് എത്രയെന്ന് ചോദിച്ചപ്പോഴാണ് അവർ പറഞ്ഞത് 2000 റുപ്യാണെന്ന് പറഞ്ഞു. ഞങ്ങൾ പെട്ടെന്ന് ഷോക്കായിപ്പോയി കേട്ടപ്പോൾ. അതാണ് ഇറങ്ങിക്കോ. ஸ்ட்ராபெரி ஃப்ளவர் சொல்லாது பழம் അതിൽ இங்க இருக்கு ஸ்ட்ராபெரி இருக்கு, ப்ளூபெரி இருக்கு. സ്ട്രോബെറി ഉണ്ടോ? இதுதான் ஸ்ட்ராபெரி, கிரீன் ஆப்பிள், பன்னீர் சோடா, ப்ளூபெரி, ஆரஞ்சு. ഒരു മിനിറ്റ് നല്ല ஓபன் பண்ணா குட்டி. ഒരു മിനിറ്റ് അതൊന്ന് ഓപ്പൺ ചെയ്യണമെന്ന് വീഡിയോ എടുത്താൽ ഗോളി ചോടറോ കുട്ടി ഇതിങ്ങനെ അങ്ങനല്ല ഓള് പഠിച്ചോട്ടെ. കയ്യൂല ആർക്കും നല്ലൊരു കോട്ടുണ്ട്.
എന്നാ കൂടി അത് കഴിഞ്ഞ് ഞങ്ങൾ ഫുഡൊക്കെ വാങ്ങി കഴിച്ച് നല്ല അടിപൊളി വ്യൂയിലേക്ക് വീണ്ടും പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ ആണെങ്കിൽ നല്ല അടിപൊളിയായിട്ടോ കോട ഇങ്ങനെ ഇറങ്ങി വരുന്ന കാണാൻ നല്ല ഭംഗിയാണ് കാണാൻ. ഇങ്ങനെ നല്ല പുക വരുന്ന പോലെ വരും കേട്ടോ. ചെരിഞ്ഞിട്ട് അടിപൊളിയായിട്ടോ. ഭയങ്കര തണുപ്പാണ്, നല്ല അടിപൊളിയാണ്. അങ്ങനെ ഇക്കാനോട് ഞാൻ പറഞ്ഞേക്കാം ഇനി കുറച്ച് മാറിക്കഴിഞ്ഞ് ഞാൻ കുറച്ച് പോസ് ചെയ്യട്ടെന്ന് പറഞ്ഞു. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് നമ്മൾ വീണ്ടും ഇവിടുന്ന് ഓരോ സ്ഥലങ്ങൾ കണ്ട് അങ്ങനെ സെറ്റിലെടുക്കാം. എന്നെ കൊണ്ട് നടക്കൂലടാ. ക്യാമറയൊക്കെ നോക്കണം, കറങ്ങി ഇങ്ങനെ വരുമ്പോ ക്യാമറയൊക്കെ നോക്കണം. ആ അങ്ങനെ അപ്പൊ അടിപൊളിയോ. ഞാൻ ചാടി വാ. ഇതാണ് കേട്ടോ സൂസൈഡ് പോയിൻ്റ്. അപ്പോൾ ഇവിടെ ഒക്കെ ഇങ്ങനെ കണ്ട ഓരോ കാര്യങ്ങളൊക്കെ നമ്മളോട് പറഞ്ഞു തരുമായിരുന്നു. സത്യം പറഞ്ഞാൽ ഇത് ഇവിടെ പോയി വന്നതിന് ശേഷം കേട്ടോ ആ മഞ്ഞുമൽ ബോയ്സ് ഞാൻ സിനിമ കണ്ടത്. ഒരുപാട് വിഷമമായി ആ മൂവി ഞാൻ കണ്ടതിന് ശേഷം. അങ്ങനെ ഇവിടെയൊക്കെ സ്ഥലമൊക്കെ കണ്ട് നമ്മളിങ്ങനെ തിരിച്ച് വീണ്ടും യാത്രയാട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. എൻ്റെ മാക്സിമം സപ്പോർട്ട് ചെയ്യാം കേട്ടോ. താങ്ക് യു.